നമസ്കാരം. ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളവ് കുറഞ്ഞാൽ വെട്ടിമാറ്റണോ അതോ വളം ചെയ്യണോ? തെങ്ങിൻ തോപ്പിലെ വരുമാനം കുറയാതിരിക്കാൻ ശ്രദ്ധിക്കാം. തെങ്ങിൽ നിന്ന് എല്ലായ്പ്പോഴും ഒരേപോലെ വിളവ് കിട്ടണമെന്നില്ല. പ്രായമേറും തോറും തേങ്ങാപിടുത്തവും കുറയും. മിക്കവാറും ജില്ലകളിൽ വാർദ്ധക്യം ബാധിച്ച തെങ്ങുകളിലും തെക്കൻ ജില്ലകളിലെ തെങ്ങുകൾക്ക് കാറ്റുവീഴ്ച നിമിത്തവും തേങ്ങാപിടുത്തം കുറവാണ്. ഉൽപാദനശേഷി പറ്റെ കുറഞ്ഞ തെങ്ങുകൾക്ക് വെറുതെ ജൈവവളവും രാസവളവും കൊടുത്തിട്ട് ഒരു ഗുണവും കിട്ടില്ല. തെങ്ങുകൾ കുറച്ചൊക്കെ തേങ്ങാപിടുത്തം കാണിക്കുന്നവയാണെങ്കിൽ അവയുടെ ചുവട്ടിൽ കൊത്തിക്കിളച്ച് ജൈവവളങ്ങൾ, ഉണക്കച്ചാണകം, ആട്ടിൻകാഷ്ടം, പച്ചിലവളം, ജീവാണുവളങ്ങൾ, മണ്ണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു കിട്ടുന്ന ഫലം ആസ്പദമാക്കി രാസവളങ്ങൾ, സൂക്ഷ്മമൂലകങ്ങൾ എന്നിവ ചേർത്ത് വിളവും ആരോഗ്യവും കൂട്ടാം. രോഗകീട ആക്രമണവും വിളവ് കുറവും നേരിടുന്ന എല്ലാ തെങ്ങുകളെയും പരിചരണം കൊടുത്തിട്ടും ശരിയാകാത്തവയും വെട്ടി നീക്കുകയും പുതിയ വിളവ് കൂടിയ സങ്കര തെങ്ങിനങ്ങൾ വാങ്ങി നടുകയും വേണം. വിളവ് പറ്റെ കുറയാത്ത തെങ്ങിൻ തോട്ടങ്ങളിൽ പുതിയ തൈകൾ ഇപ്പോൾ നിൽക്കുന്ന പഴയ തെങ്ങുകളുടെ ചുവട്ടിൽ അടിത്തൈയായും നടാൻ പറ്റും. തെങ്ങുകളുടെ ഉൽപാദനശേഷി ക്ഷയിക്കുന്ന പ്രായം, തെങ്ങിൻ്റെ ഇനങ്ങൾ, കൃഷിയിടത്തിലെ മണ്ണ്, കാലാവസ്ഥ, തെങ്ങിൻ തോട്ടം നിൽക്കുന്ന പ്രദേശത്തെ സൂക്ഷ്മ കാലാവസ്ഥ, തെങ്ങുകൾക്ക് നൽകി വരുന്ന ശ്രദ്ധയും പരിചരണവും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കണക്കിലെടുത്താണ് അടിത്തൈ നടീൽ തീരുമാനിക്കേണ്ടത്. കാലമേറെയായി ഒരു വിളവുൽപാദന പരിചരണവും കൊടുക്കാത്ത തെങ്ങുകൾ ഉടനെ മുറിച്ചു മാറ്റാതെ നേരത്തെ തന്നെ അടിത്തൈ വെക്കാൻ ഒരു ആസൂത്രണം വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന വിളവ് കിട്ടാനും പുതിയ തെങ്ങുകൾ കായ്പിടുത്തം തുടങ്ങിയാൽ പഴയവ ഉടനെ മുറിച്ച് നീക്കാനും പറ്റും. നേരത്തെ അടിത്തൈ വച്ചാൽ പഴയ തെങ്ങുകളുടെ തണൽ പുതിയ തെങ്ങുകളുടെ വളർച്ചയെ, തൈകൾ തമ്മിലുള്ള പരസ്പര മത്സരം പഴയ തെങ്ങുകളുടെ ഉൽപ്പാദനത്തെയും ബാധിക്കും. എന്നാൽ താമസിച്ചാണ് അടിത്തൈ വയ്ക്കുന്നതെങ്കിൽ അടിത്തൈ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പഴയ തെങ്ങുകളുടെ ഉൽപ്പാദനം നിലച്ചു കഴിയും. ശരിയായിട്ടുള്ള പ്ലാനിംഗ് വഴി വരുമാന നഷ്ടം ഒഴിവാക്കാം. വിവിധ പച്ചക്കറി വിളകൾ തെങ്ങിൻ തോട്ടത്തിൽ നട്ടും കർഷകർക്ക് വരുമാനം നേടാം. അടിത്തൈ വെച്ച് പല തവണയായി പഴയ തെങ്ങുകൾ നീക്കം ചെയ്യണം. എന്തായാലും അടിത്തൈ വെച്ച് 6 കൊല്ലം കൊണ്ട് തന്നെ പഴയ തെങ്ങുകൾ എല്ലാം നീക്കണം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.